ഹായ് ഹലോ നമസ്കാരം ഗൈസ്. ഇത് ബി അപ്ഡേറ്റ്സ് അല്ല. ബിയിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിയിട്ട് പുറത്ത് നടക്കുന്ന കുറച്ച് നാടകങ്ങൾ, PR-ന്റെ അട്ടക്കലാശം എന്ന് തന്നെ ഞാൻ പറയാം. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി എന്റെ കാസറ്റ് എന്നുള്ള ഒരു പേജും ഇതിൽ വന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. എനിക്ക് ആ പേജിനോട് റെസ്പെക്ട് ഉണ്ട്. കാരണം ജെനുവിൻ കാര്യങ്ങളാണ് ആ പുള്ളി പോസ്റ്റ് ചെയ്യാറെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അറ്റവും മുറിയില്ലാത്തൊരു സംഭവം പുള്ളി പോസ്റ്റ് ചെയ്തതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഖേദമുണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് PR-ന്റെ വിളയാട്ടമല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഇത് ലിറ്ററലി ബിഗ് ബോസ് ഗെയിം, ഈ ബിഗ് ബോസിൽ അനുമോള് പറഞ്ഞത് സത്യം, ആര്യന്റെ കുലുസിത ചാറ്റ് പുറത്ത് എന്നാണ് തമ്പനയിൽ പലരും വച്ചിരിക്കുന്നത്. ഓക്കെ, അനുമോള് പറഞ്ഞത് എന്ത് സത്യം? കാരണം ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിസയിലും ആര്യനുമായിട്ടുള്ള പൊതപ്പിഷ്യൂ ആണ് ഈ അനുമോള് പറഞ്ഞത് സത്യം എന്ന് പറയുന്നത്. 2-3 വീഡിയോസും അത് റിലേറ്റഡ് വന്നിട്ടുണ്ട്. ഗിസേലിന്റെ വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം ഗിസേൽ ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ആൻഡ് ഇനി ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ആര്യൻ ഇത്രക്കാരനായിരുന്നു, ആര്യന്റെ കുലസിത പ്രവർത്തികൾ കയ്യോടെ പൊക്കി. എന്റെ കാസറ്റ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ആര്യൻ പണ്ട് ഒരു പെൺകുട്ടിക്ക് നടത്തിയ ചാറ്റ് പുറത്തു വന്നിരിക്കുന്നത്. വോയിസ് റെക്കോർഡുകൾ അടക്കമുണ്ട്. നോർമൽ മെസ്സേജ് അയച്ച് നേരെ വിളിച്ചത് റൂമിലോട്ട്. അവൾ ലാസ്റ്റ് ശരി എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. ആരാണ് ഈ അവൾ? പണ്ട് ഒരു പെൺകുട്ടിക്ക്, പണ്ട് മീൻസ് അതായത് ഇപ്പോഴാണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് ആര്യൻ വന്നിരിക്കുന്നത്. ഇത് പണ്ട്, അതായത് ഞാൻ ന്യായീകരിക്കുന്നല്ല, ബുദ്ധിയുള്ളവർ, കുത്തിരിച്ചോറ് കഴിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ആര്യൻ ഒരു പക്ഷെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടോ, ഫ്ലേർട്ട് ചെയ്തിട്ടില്ലേ പണ്ട്? അപ്പൊ ആ കുട്ടി, ആ അവൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരാൻ പറഞ്ഞത്, എന്തായാലും ആ കുട്ടിയുടെ സംഭവം കാര്യങ്ങളും ഒന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഈ പണ്ടൊരു കുട്ടിക്ക് അയച്ച സംഭവം ഇപ്പൊ കയ്യോടെ എങ്ങനെ എന്റെ കാസറ്റ് ബുക്ക് ചെയ്യും? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ബിഗ് ബോസ് ഗെയിമായിട്ടും ആര്യന്റെ ഈ ഒരു പാസ്റ്റ് ഹിസ്റ്ററി, ആര്യൻ അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ നമുക്കറിയില്ല. ആൻഡ് ഈ ഒരു ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു അറ്റവും മുറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒന്നിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഇതില് എനിക്ക് ഈ ഒരു സംഭവം പുറത്തിട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ചീപ്പ് ഗെയിമായിട്ട് തോന്നി. കാരണം ബിഗ് ബോസ് സീസൺ 7 ആയി, ഇതുവരെ സീസൺ 6 വരെ ഇങ്ങനത്തെ ഒരു ചീഞ്ഞ കേസ്. ശരിയാണ്, ഇതിനു മുമ്പ് ഡിവോഴ്സ് ആയിട്ടുള്ളവരുടെ എക്സ് വൈഫ് അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് വന്ന് സംസാരിക്കുക, അത് അറ്റ്ലീസ്റ്റ് അവർ ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിരുന്നവരാന്നുള്ളൊരു ഇതുപോലും ഉണ്ട്. ഇതിനകത്ത് പുറത്ത് ആര്യന്റെ പേഴ്സണലി സംഭവങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാം, ഇത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അനുമോളിന്റെ PR കുറച്ച് ടീംസ് വന്നിട്ട് പേജിൽ അറഞ്ചും കമന്റ്സും അബ്യൂസിങ് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അനുമോളുടെ ലൈഫ് നോക്കി പോകുന്നു. അനുമോളുടെ PR ആന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അനുമോളുടെ ഫാൻസ് ആണെന്നും പറഞ്ഞ, അനുമോളെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ മറ്റു പേജുകളിലും വന്നിട്ട് അബ്യൂസിങ് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുമോളുടെ കുടുംബക്കാരോ അനുമോളുടെ പറ്റി മോശമായിട്ട് പറയുന്ന ആൾക്കാരുടെ പേജിന്റെ താഴെ പോയി കമന്റ് ഇടുന്നു പറയുന്ന ഈ പെരിയാർ ടീംസ് ഒന്നും നോക്കാൻ പോകില്ല. നിങ്ങളുടെ കുടുംബക്കാരൻ തന്നെയായിരിക്കും നോക്കാൻ പോകുന്നത്. അത് ആദ്യം ശ്രദ്ധിക്കുക. ഈ ഒരു സംഭവം ഓഫ് കോഴ്സ് 99.9% PR-കളുടെ തീട്ട കളിയാന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല. പല യൂട്യൂബേഴ്സും അനുമോള് പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞ് ഈ സാധനത്തിനെ കണക്ട് ചെയ്യുന്നുണ്ട്. പണ്ട് ആര്യൻ ചെയ്തൊരു കുലിസിത ചാത്തി കയ്യോടെ പൊക്കി. ഈ എല്ലായിടത്തും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഇവിടെയും ഒരു ചേർച്ചയില്ലായ്മയും, ഇത് അനുമോളെ ഹൈപ്പാക്കാനും ആര്യനെ ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് പുറത്തുള്ള ORM ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഫാൻ ബേസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കളിച്ചൊരു തീറ്റ ഗെയിമാന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ആക്ടർ, ഒരു സെലിബ്രിറ്റി ആക്ടറിന്റെ ഒരു സംഭവം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം അത് AI ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം അതിനെപ്പറ്റി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് BB കണ്ടസ്റ്റന്റ് റിലേറ്റഡ്, BB റിവ്യൂ ചെയ്യുന്ന ഒരാളായിട്ടും ഇതൊരു പൊറോട്ട ഗെയിം പുറത്തുള്ള ആൾക്കാർ കളിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇതിനെ അതായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആര്യൻ ഇപ്പൊ ആര്യൻ്റെതായ പേഴ്സണൽ ഇഷ്ടങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഫ്ലേർട്ട് ചെയ്യാത്തവരൊന്നുമില്ലേ? അപ്പൊ ചോദിക്കും ദൈവം ഫ്ലേർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നത് ഇത് പണ്ട് പുള്ളി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ, അത് പുള്ളിയുടെ ഫാക്ടറാണ്. അപ്പോ ഇത് ഒരു വശത്തുനിന്ന് മാത്രം, രണ്ട് കൈയും കൂട്ടിയിടിച്ചുള്ള സൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഒരു വശത്തുനിന്ന് ഒരാളുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സംസാരിക്കായിരുന്നു. ഈ പണ്ട് എന്ന് പറഞ്ഞ പ്രയോഗത്തിന് സ്പോട്ടിൽ അവർക്ക് റിയാക്ട് ചെയ്യായിരുന്നു, കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇപ്പൊ എവിടെ നിന്ന് അത് പൊക്കി വന്നു?
അതിനെ എന്തിനാണ് നിങ്ങൾ ബിഗ് ബോസ് ഗെയിമായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ ആര്യെന്ന് പറയുന്ന വ്യക്തി ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ്, ഒരു ഫ്ലേട്ടറാണ്, അല്ലെങ്കിൽ ഗിസയിലായിട്ട് നടന്ന സംഭവത്തിനൊക്കെ കണക്ട് ചെയ്തിട്ട് ആ വ്യക്തിയെ മുന്നോട്ടുള്ള ലൈഫും ആ വ്യക്തിയെ എല്ലാ രീതിയിലും നശിപ്പിക്കാൻ നോക്കുന്ന ഒരു സംഭവമാണ് ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സ്ക്രീൻഷോട്ട് ത്രൂ പല ആൾക്കാരും ശ്രമിക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇന്നലെയൊക്കെ കണ്ടിട്ട് ഈ സാധനം ഞാൻ മിണ്ടാണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇതവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തന്നെ തോന്നി. അത് എനിക്ക് പല ആളുകളും ഫേസ്ബുക്കിൽ കമന്റ്സ് ഇടുന്നുണ്ട്, PR ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആര്യൻ വിന്നർ ആണോ, വിന്നർ അല്ലേ, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ, ഗെയിം കളിക്കുന്നില്ല. ഞാൻ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഇത് പണ്ട് ചെയ്തൊരു സംഭവമാണെന്നാണ് പറയുന്നത്. അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നത് ആര്യനെ അറിഞ്ഞോളൂ. മേ ബി അത് ആര്യനാണ് അതിന് മറുപടി തന്നെ. ഇപ്പൊ ആര്യൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരായിട്ട് ഫ്ലേർട്ട് ചെയ്യും, ഇത് പണ്ടേ ആ ഒരു കുട്ടിയായിട്ട് ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്, അതിനിപ്പോ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മറുപടി ഇല്ല. ഈ ഒരു മെസ്സേജ് കാരണം ഇവിടെ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ പെൺകുട്ടി റേപ്പ് ഇതാവയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവ കാര്യങ്ങളോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു സൈഡ് ഹൈഡാക്കി മറ്റൊരു സൈഡിൽ ആരെയാണോ സ്പോയിൽ ചെയ്യേണ്ട ആ ആളെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് BB കഴിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സൈബർ അറ്റാക്ക് ചെറുതൊന്നുമല്ല, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ തീട്ടക്കളി കളിച്ചിട്ട് അനുമോള് കപ്പ് എടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാഴ്ചത്തെ അനുമോളുടെ വോട്ടിനെ ഹൈപ്പ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ആണെങ്കിൽ സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അനുമോളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ. മനസ്സിലായോ? അപ്പോ ഇത് അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഐ എം ഷുവർ ഇത് പോസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് കിട്ടാൻ വരുന്ന കമന്റ്സ്, ഐ ഡോണ്ട് കെയർ ദാറ്റ് ആക്ച്വലി ഗൈസ്. ഇല്ല കാര്യമുള്ള പോലെ പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്കൊക്കെ കമന്റ് ബോക്സിലൂടെ എന്തും പറയാമെന്നുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എടുക്കേണ്ട രീതിയിൽ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞത് അനു വന്ന് സംസാരിക്കുന്നവൻ അനു വന്ന് സംസാരിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇമാതിരി ചീഞ്ഞ പരിപാടികൾ കണ്ടിട്ട് ഒരിക്കലും ഒരു ആര്യനെ വോട്ട് കുറയ്ക്കുക. അല്ല, ഇപ്പൊ ലാലേട്ടൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് പറഞ്ഞ മാതിരി അൺഫെയർ ആയിട്ട് കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യരുത്. നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം നോക്കിയല്ല, ഇഷ്ടപ്പെട്ട ആൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ലെങ്കിൽ വോട്ട് ചെയ്യരുത്. അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ നന്നായിട്ട് കളിക്കുക, ഇതൊരു ഗെയിമാണ്. ഗെയിമിൽ കാണിക്കുന്ന ഒരു എത്തിക്സും ജെന്യൂനിറ്റി നിങ്ങൾ അവിടെ കാണിക്കേണ്ടതാണ്. മനസ്സിലായോ? ഇത് ഈ ചാറ്റ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്നാമത് 75 days കഴിഞ്ഞു. ആ പയ്യൻ അതിന്റെ ഉള്ളിലാണ്. ആ പയ്യൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ആ പയ്യന് ചിലപ്പോൾ ഫ്ലേർട്ട് ഉണ്ടാവും, ചിലപ്പോൾ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അതും ബിഗ് ബോസ് ആയിട്ട് എന്താണ് ബന്ധം? അത് എങ്ങനെയാണ് അനുമോൾ പറഞ്ഞ സത്യം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്? അതിന് ഈ ചാറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റവും മുറിയില്ല, സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീഷൻ ഇല്ല. അത് കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ചീപ്പ് ഗെയിമിലൂടെ ഒരാൾക്ക് വോട്ട് കൂട്ടി കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ബുദ്ധിയോടെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരാളുടെ ലൈഫ് തേച്ചൊടിച്ച് നശിപ്പിക്കാനുള്ള സംഭവമല്ല. ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ? എസ്പെഷ്യലി ഇൻ ബിഗ് ബോസ്. ആരെയാണ് ഇഷ്ടപ്പെടുന്ന ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വലിച്ചു താഴെ ഇടാനുള്ള പരിപാടി അല്ലാതെ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം നടക്കുമ്പോൾ നോക്കുന്ന എന്താണ്? എത്രയോ പേർക്ക് സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക്, എത്ര പേര് വീഡിയോസ് ചെയ്യാതെ അല്ലെങ്കിൽ സൂസൈഡിനെ പറ്റി വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ബിക്കോസ് ഓഫ് സൈബർ ബുള്ളിങ്. ഇപ്പൊ ഈ പുള്ളി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് കാണുമ്പോൾ മേ ബി ഹി ഡോണ്ട് കെയർ. എനിക്കത് അങ്ങനെ തോന്നുന്നത് ഹി ഡോണ്ട് കെയർ. പക്ഷേ ഇപ്പം ബുള്ളിങ് ഫേസ് ചെയ്ത് എത്ര ആളുകളുണ്ട്? ഇത് മുന്നോട്ടുള്ള അവരുടെ ലൈഫ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി തീട്ട പരിപാടികൾ കാണിക്കരുത്. ഓക്കെ, അതാണ് എനിക്ക് ലിറ്ററലി പറയാനുള്ളത്. ഒന്നിനും എനിക്കൊരു സുഖം തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്ലാരിറ്റി തോന്നുന്നില്ല. ഇത് ലിറ്ററലി അൺഫെയർ ആണ് ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ഒരിക്കലും ഇതിനെ ബുദ്ധിയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക.